പോവാന്നാ പോകാം. എങ്ങോട്ടാ പോണ്? കാസർഗോഡ്. കാസർഗോഡ് ഒരു ഫ്ലാറ്റിന്റെ വീഡിയോ എടുക്കാണ്ട്. അപ്പൊ അതിനു വേണ്ടി രാവിലെ ഇറങ്ങാണ്. എന്നും നമ്മൾ യാത്ര ഇതാണ്, ഇവിടുന്നാണ് തുടങ്ങുന്നത്. പോവാടാ. സ്കൂൾ വർക്കാറായില്ലേ? നാളെയും കൂടെ പോലെ നമ്മളൊപ്പം വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റന്നാ ക്ലാസ് തുടങ്ങല്ലേ. എന്നാ പോര്, പോവാ. വെയിലായില്ലേ? കമോൺ ഗൈസ്, നമുക്ക് പോവാം. എല്ലായിടത്തും ഫുട്ബോളിന്റെ ബോർഡൊക്കെ ഫ്ലക്സ് ഇറങ്ങിയിട്ടില്ലേ? ഫിഫ വേൾഡ് കപ്പ്. നമ്മളാ ടീം ഏതാ? ഞാൻ ബ്രസീലാണ്. എന്റെ ടീം ബ്രസീൽ. പോർച്ചുഗലാ? പോർച്ചുഗലൊക്കെ കളിക്കാനുണ്ടല്ലോ. ഞാനാണ് എന്റെ ടീമാ. ഏതാണോ ജയിക്കുന്ന ടീം അതേക്കും ഞാന് വർഷങ്ങളായിട്ട് ഞാൻ ബ്രസീലിന്റെ കൂടെയാണ്. ബ്രസീൽ. റൊണാൾഡോയോ? റൊണാൾഡോ ഒന്നും ജയിച്ചിട്ടല്ല. ഇത് വേറെ കളിയാണ്. ഇത് വേൾഡ് കപ്പാണ്, ലോകകപ്പ്. റൊണാൾഡോ ഒക്കെ പോക്കാണ്. റൊണാൾഡോ ഒന്നും ചെയ്തില്ല. റൊണാൾഡോ എനിക്ക് ഇഷ്ടമില്ല. കാരണമൊന്നുമില്ല, എനിക്കിഷ്ടമില്ല. വർഷങ്ങളോളം ക്രിസ്ത്യാനോ റൊണാൾഡോ ജയിച്ചിട്ടുണ്ട്. എത്ര വർഷം? ഏതാണ് കൊറേ വർഷം. കളിയില് ടോപ്പ് ബ്രസീലാണ്. നെയ്മറിന്റെ ടീം. പള്ളി പെയിന്റ് ഒക്കെ അടിച്ചല്ലോ. പെയിന്റ് അടിച്ചിട്ടുണ്ടേ അവിടെ. പെരുന്നാളിലേക്ക് പെയിന്റ് അടിച്ചതോ? രാവിലെ നല്ല രസമല്ലേ കാണാൻ. ഇങ്ങനെ വെയിലൊക്കെ അടിച്ച് നല്ല സ്റ്റൈലാണ്. നമ്മളെ ഇവിടെ ബൾബിന് 40 റുപ്യ, 49 റുപ്യ, 40 റുപ്യ. അത്രേ ഉള്ളൂ? പുറത്തുനിന്ന് അല്ലാതെ വാങ്ങുമ്പോ നല്ല വില ഉണ്ടല്ലോ. പുറത്തുനിന്ന് 80 റുപ്യ, 90 റുപ്യ വാങ്ങും. നമുക്കേ ഇതില് പോവും. ഇതിലോട്ട് പോവാ. ഇതില് അത് നമുക്ക് അപ്പുറത്തൂടെ പോവാം. അല്ലേ, കാഞ്ഞങ്ങാട് വഴി പോവാം. ഇതാണ് എളുപ്പം. അത് എത്രങ്ങാനും ചുറ്റി വളഞ്ഞു പോണം. എല്ലാം കണക്കന്നെ. ഇതില് പോണോ അതില് പോണോ? ഇതിലെ പോകാം. പോയതല്ലേ ഇതിലെന്നെ എപ്പോഴായാലും ഇതിലെ പോകുക എളുപ്പം. പെട്ടെന്ന് എത്തും. മറ്റേ കൊറേ വൈകിയാവുള്ളൂ. ഇനി അവിടുന്ന് കോട്ടപ്പാറ കഴിയണം, മാവുങ്കാല് കഴിയണം, എല്ലാം കഴിഞ്ഞ് അങ്ങ് എത്തണം. ആ നേരെ ചാലുംകാൽക്കാണ്ട് ചെന്നെത്തും ഈ റോഡ്. പക്ഷെ നമുക്ക് അവിടുന്ന് ചാലിങ്കാലിന് അവിടുന്ന് തിരിഞ്ഞു പോണം. വേറെ റൂട്ടിനാ പോണ്ടേ. അപ്പുറത്തെ റൂട്ടാണ് ബേക്കൽ ഫോർട്ട് വഴി പോണ റൂട്ട്. സാധാരണ നമ്മൾ പോണ നേരെ ഹൈവേ കൂടെ അല്ലേ പോണ്ടേ? അതിലേ പോകാം, അപ്പുറത്തെ വഴിയും പോവാം. അണങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് എത്തണ്ടേ. അണങ്കൂർ അതെവിടെയാ? അത് കാസർഗോഡ്. നമ്മൾ ഈ ഇന്നലെ മിഞ്ഞാന്ന് ഫുഡ് കഴിച്ചില്ലേ, ഹോട്ടൽ കറി. ബേളേന്റെ അവിടെയോ? ബേളേന്റെ അല്ല, കാസർഗോഡ് ടൗണിലെത്തി ഹോട്ടലിൽ കയറിയിരുന്നു അവിടെ. ഏതായാലും നമുക്ക് ഇതിലെ പോകാം. ഇതാണ് എളുപ്പല്ലേ. മറ്റേ ഇതിലെ വണ്ടീന്റെ ഇതൊന്നും ഇല്ലല്ലോ, വണ്ടികളെ കൊണ്ടുള്ള തട്ടിത്തടച്ചിലൊന്നും. 11 മണിയാകുമ്പോഴത്തേന് എത്തിയതേ അവിടെ. എന്നിട്ട് നമ്മള് നേരത്തെ ഇപ്പൊ ഇറങ്ങി 9 മണി ആയിട്ടുള്ളൂ. നേരത്തെ നമ്മള് 1 മണിക്കൂർ പോരെ പുറത്ത് അങ്ങോട്ട് എത്താന്. 1/2 മണിക്കൂർ മതി. എന്തായാലും പിന്നെ ഇപ്പഴും ഇറങ്ങിട്ട് നമ്മൾ ഇനി അവിടെ ചെന്ന് കൊറേ നേരം നോക്കിക്കണ്ടേ, വെറുതെ കണ്ടേ. കാണാലോ അല്ലേ, കാസർഗോഡ് ഒന്ന് കാണാലോ. അതിലെങ്ങനെ ചുറ്റി കളിച്ചതിലെങ്ങനെ നടക്കേണ്ടി വരും അല്ലേ? മണിക്കൂട്ടാ എന്താ ആലോചിക്കണ? പറയടാ. പറ മുത്തേ. മാല ശരിക്കിട്ട മറ്റൊരു കാൾസറായി പാൻറ്റും മാലയും സ്മാർട്ട് വാച്ചും ഉണ്ട്. സ്മാർട്ട് വാച്ച് ഉണ്ടോ?
അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോവുകയാണ്. ഒരു 24.5 ഏക്കർ പ്ലോട്ട് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെയാണ് ഫ്ലാറ്റ് കൊടുക്കാനുള്ളത്. റബ്ബർ തോട്ടം. അങ്ങനെ ഉണ്ടായിരുന്ന തോട്ടം നല്ല തോട്ടാ, കൊറേ നടക്കാണ്ട്. എത്ര കാലം നടന്നില്ല അന്ന്. 24 ഏക്കർ ഫുള്ള് നടക്കാനാ. മറ്റേ മൊത്തത്തില് നടക്കണത് അല്ലേ? എത്ര 3500 റബ്ബർ അല്ലേ? റബ്ബർ തോട്ടങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് പ്ലോട്ടാണ്. മൊത്തം ഒറ്റ പ്ലോട്ടായിട്ട് 24.5 ഏക്കർ കിട്ടും. അതിങ്ങനെ റൗണ്ട് അടിച്ച് നടക്കണം നമ്മള്. പിന്നെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോക്കന്നെ നടക്കുള്ളൂ. പിന്നെ അതിന്റെ നടുക്ക് ഒരു മിനറൽ വാട്ടറിന്റെ പ്ലാന്റും കൂടി ഉണ്ട്. അതും കൂടി ഉണ്ട് സെയിലിന്. അത് 3 ഏക്കർ എക്സ്ട്രാ വരും. അപ്പോൾ ടോട്ടൽ ഒരു 27.5 ഏക്കറായിട്ട് വരും. വലിയ പ്ലോട്ടാണ്. റബ്ബർ മാത്രം. പിന്നെ വണ്ടിയൊക്കെ ചെല്ലും. പിന്നെ എല്ലാ സൗകര്യമുണ്ട്. വെള്ളം, വഴി, കറണ്ട്, വീട്, താമസിക്കാൻ വീട്, ഒരു 10-300 രൂപ കവുങ്ങും ഉണ്ട് അല്ലേ? പിന്നെ കുറച്ച് തെങ്ങ്. സ്ഥലം കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റത്ത് ബായാർ. വടക്കേ അറ്റത്തായിട്ട് വരും. അത് കിഴക്ക് ഭാഗത്തോ? കിഴക്കല്ലേ? കിഴക്ക് ഭാഗത്തല്ലേ? ബായാർ പറഞ്ഞ സ്ഥലത്ത്. ബായാറിലാണ് നമുക്ക് ആ ഒരു പ്ലോട്ട് ഉള്ളത്. ചെറിയ വില. സെന്റിന് വെറും 15,000 രൂപ ചോദിക്കുന്നു. ചെറിയ രീതിയിൽ കുറച്ച് കുറയും. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ. വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ID നമ്പർ ഇപ്പം എത്ര? 900 സംതിങ് ആണ് ID നമ്പർ. 900 മറന്നുപോയില്ലേ? പിന്നെ യൂട്യൂബിൽ നോക്കുന്നതാണ് സേഫ്, നല്ലത്. കാരണം ID നമ്പർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റും. യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഓർഡറില്ലാത്ത രീതിയിലാണ് യൂട്യൂബിൻ്റെ പരിപാടി മൊത്തമുള്ളത്. അപ്പം നമ്മൾ റോഡ് നല്ല സൂപ്പർ റോഡായിരിക്കില്ല അത്? മതിൽ കെട്ടുമ്പോൾ തന്നെ അതേപോലെ ഷീറ്റ് ഇട്ടാൽ മതി അല്ലേ? നല്ല ഹൈറ്റിനാക്കിയ കുറേ മതിൽ അങ്ങനെ കെട്ടിട്ടുണ്ട്. നമ്മൾ അതവിടെ ബ്രസീലിന്റെ ടീമാണല്ലോ. ചില തിരിച്ചുവരവുകൾ ചരിത്രം എഴുതാനാണ്. ബ്രസീൽ ഫാൻ. അതില് ക്രിസ്ത്യാനോ, അതിന് നെയ്മറാണ് നമ്മളെ ചെക്കനടാ. ഇവന്റെ ഒരു റൊണാൾഡോ ആണെങ്കിലോ ഓളിന്ന് ബ്രസീലായതാ. ഇന്ത്യ പോർച്ചുഗൽ. ക്രിസ്ത്യാനോ വെച്ച് നിങ്ങൾ രണ്ടാളും ക്രിസ്ത്യാനോയ. അപ്പൊ നിങ്ങളെ ടീം പോർച്ചുഗലാണ്. പോർച്ചുഗൽ പൊട്ടും. ഇപ്പൊ പൊട്ടിന്ന് ചോദിച്ചാൽ മതി. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചിലപ്പോ നിങ്ങളത് പൊട്ടും. തോക്കോല് വേണേ ബ്രസീലിന്റെ ഒപ്പം കൂടിക്കോ, അല്ലെ അർജന്റീനയുടെ. ബ്രസീലും അർജന്റീനയൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതാണ് ബ്രസീലും അർജന്റീനക്കൊക്കെ. നിങ്ങളെന്നൊക്കെ ആള് കുറവാണ്. നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. എവിടെയും ഒരു പോസ്റ്റ് കണ്ടാലായി. വെറുതെ അങ്ങനെ നമ്മൾ അമ്മണിക്കുട്ടാ. ഇവനൊന്നും മിണ്ടണില്ലല്ലേ? ഒന്ന് സൈലന്റ് ആണ്. മിണ്ടാത്തടാ. ഓന് ടെൻഷനായി. പോർച്ചുഗലിന്റെ ബോർഡ് ഒരു സ്ഥലത്ത് സങ്കടം വന്നോന്. സങ്കടം വരുന്നുണ്ട്. ഞാൻ എവിടുന്നേലും കാണിച്ചു തരാം കേട്ടോ. പോർച്ചുഗല് ക്രിസ്ത്യാനോയുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടേ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരും. എവിടുന്നേലും ഞാൻ കാണിച്ചു തരും. അങ്ങനെ നമ്മള് ഇപ്പൊ ഇത് നാർക്കുളല്ലേ? എന്താണ്? അല്ല, ചാലിങ്കാലെത്തി. പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണ്ട്. NH ആണ്. NH ഇങ്ങോട്ട് ടോൾ പ്ലാസ ഉണ്ടോ? അപ്പൊ അവിടുന്ന് ടോൾ അടിക്കും.
ഈ ടോളൊക്കെ കൊടുത്തിട്ട് വേണം പോവാനല്ലേ? ഏകദേശം ഒരു 150 ഉറുപ്പിക വരുമല്ലേ ടോള്? അത്രയൊക്കെ വരുമായിരിക്കും. എന്താണ് ഇതിനകത്ത്? പ്ലൈവുഡിന്റെയോ? അല്ലല്ലോ, എന്താണാവോ? വണ്ടിയില്ല. ചോദിച്ചു നോക്കാം നമുക്ക്. ഇതെന്ത് സാധനം? ഏത്? സോളാർ ആണ് തോന്നുന്നുണ്ട്. സോളാറാണ്. സോളാർ 2 ലോറി. തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. എത്ര വണ്ടികളാണ്? 5 ലോറി ഉണ്ടോ ഇവിടെ? എവിടെയോ ഇത് മറ്റേ അതില്ല സോളാർ പ്ലാന്റ്, അതെവിടെയോ തുടങ്ങുന്നുണ്ട്. അതിന് വരുന്നതായിരിക്കും. അപ്പൊ അതിനാവുന്ന എന്ത് മണക്കണ്? നിങ്ങളെന്ത് തിന്നണേ? ഞുറുക്ക് തിന്നാലേ? തിന്നൂറുക്ക്. ആടാ, അതാ പരിപാടി നിങ്ങക്ക് ബാക്കിലിരുന്നാണ്ടല്ലേ? ഇന്നലെ ഞങ്ങള് കടയിൽ പോയപ്പോ മേടിച്ച എക്സ്ട്രാ അല്ലേ? പിന്നെ ഒരു സാധനം ഓട്ടോ കണ്ടോ? ഓട്ടോ ഉണ്ടോ? ഇങ്ങനെ വരും ഓരോ വണ്ടികൾ, വലിയ വലിയ വണ്ടികൾ. ഇന്നലെ നമ്മള് അങ്ങ് കടല്, എവിടെ? അവിടെ അങ്ങ് കടല് കാണാം. അങ്ങാണ്ട് ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ കടല് കണ്ടോ? ലൈറ്റ് ഹൗസ് ഉണ്ടോ? ലൈറ്റ് ഹൗസ് അത് കടൽ. അങ്ങനെ നമ്മള് കേന്ദ്ര സർവകലാശാലേന്റെ അവിടെ എത്തിയപ്പോ ഇനി കാണൂല. ഇലക്ട്രിക്കിന്റെ വണ്ടികളൊക്കെ നമ്മൾ എന്ത് വണ്ടി ഇതിലായിരുന്നു? പുറത്തോട്ട് പോകാനായിരിക്കും. ബൈക്കൊക്കെ പോണേക്ക് സ്പീഡ് ട്രാക്കിലാണ് പോണത്. ഈ ബൈക്ക് പോണണ്ടല്ലേ? സ്പീഡ് പോകാൻ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നിർത്തിക്കൂടെ? എന്തിനാണ്? അറിയില്ലേക്കും. ഓരോരു മട്ടന്മാർ കണ്ട് പോണതാവും ഒക്കെ. വേറെ വണ്ടി ചീറി പഞ്ഞ് വരുമ്പോഴാവും അല്ലേ? അതുകൊണ്ടാണ് ഈ റോഡിൽ ബൈക്കാരെ കയറ്റാത്തത്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ബൈക്ക് പോകാൻ പറ്റൂല. വെട്ടിച്ച് പോകുമ്പോഴേ അപ്പുറത്തെ സൈഡിലൊക്കെ 100-150 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിരിക്കും വണ്ടി പോണത്. തെറിക്കും. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുറകെയുള്ള വണ്ടികളൊക്കെ വന്ന് എല്ലാണ്ട് കേറും ഇതില്ലേ? അരഞ്ഞു പോവും. കുറച്ച് ദിവസം കൂടിയും പോവാതില്ല ബൈക്കിന്. ഫുള്ള് ഓപ്പൺ ആയാ പറ്റൂല അല്ലേ? വണ്ടിക്ക് ഒരു ക്യാമറ വെക്കണല്ലോ നമുക്ക്. മുന്നിലും ബാക്കിലും സൈഡിലും മൊത്തം വെക്കണം. 4 ക്യാമറ വെക്കണം. ഉള്ളിലും വെക്കണം. ഉള്ളിലും ഫ്രണ്ടും അതെ ചെറുതോ? വെക്കാം. റോഡല്ല ലുക്ക് ഉണ്ടല്ലേ? നീണ്ട് നിവർന്ന് കിടക്കണ റോഡ്. അതുകൊണ്ടാണേ? അതെന്താണാവോ? ചോദിക്കണോ? പുറകിന് വിടണോ? വേണ്ട, വണ്ടി നിർത്തിച്ചിട്ട് ചോദിക്കാം നമുക്ക് എന്താണ് എന്ന്. അപ്പഴത്തിനൊന്ന് നോക്കിന്റെ മുഖത്തേക്ക്. എന്താണാവോ? ലീഗൽ മെട്രോളജി വകുപ്പ് അത് സംഭവം. ചോദിച്ചാലോ അതെന്താ ഇവിടെ നിർത്തിട്ട്? ബസ് കേടായോ? കംപ്ലൈന്റ് ആണോ? വണ്ടികൾ നോക്കിയ കൊറേ എണ്ണവിടെ നിർത്തി. ട്രക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരും. അത് കാറും കൊണ്ട് വരുന്നതാണ്. അവിടെ ഭാരത് ബെൻസിന്റെ വർക്ക്ഷോപ്പ് ആണോ? കാറിന്റെ ഗോഡൗൺ ഉണ്ട്.
അല്ല അവിടെ ഭാരത് ബെൻസിന്റെ വേറെന്തോ കണ്ടല്ലോ അവിടെ ലോറിയല്ലോ അതിന്റെ ഉള്ളില്. ഈ കമ്പനിയാണ് ഭാരത് ബെൻസ്. പോണല്ലേ സാധാ ബെൻസും ഉണ്ട്. ഇവിടെയാണ് പണിക്കാരൊക്കെ നിൽക്കുന്നത്. അവിടെയല്ലേ കുറെ വണ്ടികളും അവിടെ വലിയ ഷെഡ് പോലൊക്കെ അങ്ങനെ നിക്കണ പണിക്കാരൊക്കെ. കൊയിനാച്ചി എത്താനായില്ലേ? സ്റ്റൈല് റോഡായില്ലേ? നല്ല ലുക്ക് ഉണ്ട്. റോഡൊന്നും കണ്ടപ്പോ അറിയാത്ത പോലെയായി. ഓരോ ടൗണൊന്നും ഇപ്പൊ അറിയണന്നല്ല, ഒന്നും അറിയില്ല, ഇങ്ങനെ പോകാണ്. പക്ഷെ ഇങ്ങനെ പോണ ഒരു ഗുമ്മില്ലല്ലേ? നമുക്ക് ടൗണൊക്കെ കണ്ട് ഇങ്ങനെ കടകളൊക്കെ കണ്ട് ആൾക്കാരൊക്കെ പോണണ്ട്, വണ്ടികൾ പോണണ്ട്. പിന്നെ ഓല അവിടെ എന്താ കാട്ടണ്, അവിടെ എന്താ വണ്ടി തട്ടിയോ, അവിടെ എന്താണ്, ഇതൊന്നും കാണില്ല. വണ്ടി കേറാ സ്റ്റാർട്ടാക്കുക ഇങ്ങനെ പോവുക. മറ്റേതാകുമ്പോ കടകൾ കാണാം, അതിനകത്തുള്ള പുതിയ പുതിയ തുണികൾ കാണാല്ലേ? പിന്നെ തുണികള്, വണ്ടികളെ ഷോറൂമുകള്, ഇങ്ങനെ കൊറേ സംഭവങ്ങളെല്ലാം കാണാണ്ട്. അതൊന്നും കാണാണ്ടാവില്ല. ഇങ്ങനെ അതാണ് നമ്മളന്നാ ഗോവയ്ക്ക് പോയപ്പോ നമുക്ക് മടുപ്പായത്. ഇതിങ്ങനെ ഒന്നും കാണാലോ. പക്ഷെ അന്ന് നമ്മള് പോണ വഴി കടകള് കുറവാ. ഇതേപോലത്തെ റോഡല്ലേ? അയ്യ അവിടെ കൊറേ എണ്ണം, ചിലത് ചെറിയ റോഡാണ്, കുണ്ടും കുഴിയുള്ള റോഡാ. നല്ല റോഡൊന്നും അല്ലേന്ന്. അതാണ് മട്ടിച്ച് ആകെ ഇതായി മാടുത്തന്ന് അല്ലേ? വേറെ എവിടെയെങ്കിലും പോയാൽ പോരണ്ടില്ലേന്ന് തോന്നി ലാസ്റ്റ്. അതാണ് റോഡ് പെട്ടെന്ന് ആവണ്ടല്ലേ? ഈ മഴ പിന്നെ തീരും. ഇവിടൊക്കെ ഏകദേശമൊക്കെ ആയി. ഇവിടെ ഒരു വളവും തിരിവൊക്കെ തന്നെയാണല്ലേ? പെരുമ്പളവാണ്. നേരെ എത്രങ്ങാനും വലിയ മലയായിരുന്നത്. തുരന്ന് ഇത്രയാക്കി. ചെറിയ വീതി കുറഞ്ഞ റോഡേന്ന് ഇവിടെയൊക്കെ. താഴെ കൊക്കെയാണ്. പിന്നെ ഇവിടെ ഉണ്ട്, അവിടെ വെള്ളം പോണ ചാലുണ്ട് അവിടെ. ഈ തുരങ്കം കണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ എപ്പോഴും ഇതിലെ റോട്ടിൽ കൂടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പണ്ടേ ഉള്ളതാണ്. ആ അടയ്ക്കൊന്നുമില്ല, അതിന് വേറെ പൈപ്പ് ഇട്ടിട്ട് ആ കയറ് കെട്ടിയിട്ടേക്കണ അതിലെ കൂടെ ഇഞ്ഞും വീതി കൂട്ടത് അങ്ങോട്ട് ഇഞ്ഞു എടുക്കുമായിരിക്കും. അവിടെ പാറയാണ്, അത് ഇടിയൂല, കരിങ്കല്ലാണ്. അവിടെ ഫുള്ള് സിമെന്റ് ഇട്ടൊക്കെ. ആ സിമെന്റ് ഇട്ട ഭാഗമൊക്കെ അവിടെ ഇടിഞ്ഞുണ്ടല്ലോ ആ സൈഡിൽ കണ്ടില്ലേ? ഇടിഞ്ഞു പോയി. പിന്നെ ലെവലാകും അവിടെ അല്ലേ? 2 കൊല്ലം 3 കൊല്ലമൊക്കെ മഴ പെയ്യുമ്പോ പിന്നെ സെറ്റ് ആവും. ഈ സൈഡൊക്കെ കെട്ടി റെഡിയാക്കി കൊണ്ടുവരണല്ലേ? അങ്ങോട്ടൊക്കെ റെഡിയാക്കാനാണ്. ഇങ്ങോട്ട് ഫുള്ള് കവുങ്ങാണ്, കവുങ്ങും തെങ്ങും. നല്ല സ്റ്റൈലുള്ള ഒരു ഏരിയ അല്ലേ? താഴെ കഴിക്കാനല്ലോ വീടുകള്. അതിലൊന്നും താമസല്ല ഉണ്ടാവുക ഇല്ലേ? അവിടെ ഒന്നും ആരുമില്ല. അപ്പുറത്തോട്ടുണ്ട്. ആ കൊറേ വിറ്റ് പോയിക്കാണ് അവിടെ. ഇത്രയും അടുത്താവുമ്പേ അവിടെ ഒരു വീടേക്ക് അടിപൊളി ഒരു വീട് വെച്ചതായിരുന്നു. വലിയ വീടായിരുന്നു. അത് പൊളിച്ചു പകുതിയായി. ഇല്ല, കുറച്ചേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരെ അതിന്റെ അടുത്ത് ചെറിയൊരു വീടിന്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടോ? പണ്ടത്തെ വീടിന്റെ ഒക്കെ ഓരോരുത്തർ ആഗ്രഹിച്ചു വെക്കുന്ന വീടുകളെല്ലാം. ഒരു പാലം കൂടി വരൂലേ? വരുമായിരിക്കും. അപ്പുറത്തെ പാലം ഉപയോഗിക്കുമോ? വേറെ പാലം വരുമായിരിക്കും. അതെ, നമുക്ക് പണ്ട് നമ്മളെ വണ്ടിന്റെ തന്നെയായിരുന്നു അന്ന് വീൽ കപ്പ് കിട്ടിയത് അല്ലേ? നമ്മളെ വണ്ടിന്റെ തന്നെയായിരുന്നു ഉണ്ട്. ഇപ്പൊ പോയി. പിന്നെ ചളങ്ങി പോയിട്ട് ഇടിച്ചാന്നോ അല്ലേ? കൊടുമ്പളവ് എത്തിട്ടോ. പെരുമ്പളവ് പണി പോവാറ്. നമ്മൾ ഇന്നലെ പോയ റോഡിന് ഇങ്ങനെ പോവാല്ലേ? അണങ്കൂർ പറഞ്ഞ സ്ഥലത്തിനാണ് നമുക്ക് എത്തണ്ടേ. അണങ്കൂർ ഇന്നലെ കയറി പോയ മാതിരിക്കാൻ ഞാൻ മേലെക്കൂടെ കയറി പോണം നമുക്ക് പോകാം.
10 കിലോമീറ്റർ കൂടി ഉണ്ട്. 9:30 10 മണിയാകുമ്പോഴത്തേനും എത്തൂലേ? ലേശം കൂടി മണ്ണെടുത്ത് ആ വീടും കൂടി പൊളിക്കുമായിരുന്നു അല്ലേ? നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നത്. ഗുമ്മട് പോയി. ഇപ്പൊ അവിടെ ചെളിയെല്ലാം പിടിച്ച് ആകെ താമസമൊക്കെ പോയി കാണൂല്ലേ ഇപ്പൊ അവിടെ? താമസം ഇവിടെ കഴിഞ്ഞ് കിട്ടും. JCB-ലെ എത്ര അങ്ങനെ ഹൈറ്റിലാണ് മണ്ണെടുക്കണോക്കി. ഗുഹല്ലേ അത് മണ്ണെടുത്ത് കഴിയുമ്പോ അങ്ങനെ ഉണ്ടാവണാണ്. ആടാ വോൾവോയുടെ വണ്ടി വരുന്നുണ്ട്. വോൾവോ പുറകിലോ? അതിലെല്ലാം ഉണ്ടാവും. വണ്ടി ഇടിച്ച പാർസൽ വണ്ടി ഉണ്ടോ? വണ്ടി കാണൂല. ട്രെയിനല്ലേ മോനെ? ആഹാ വോൾവോ. അതിന്റെ പുറകില് ടെഡി ബെയർ കിടക്കണുണ്ടോ? എനിക്ക് അങ്ങനത്തെ കുഞ്ഞ വണ്ടി ഇഷ്ട, ഹൈറ്റ് ഇല്ലാത്ത നീളമുള്ള. അതൊക്കെ നല്ല അതിനകത്തൊക്കെ പോകുമ്പോ നല്ല സോഫ്റ്റ് ആക്കില്ലേ, നല്ല കുത്തിക്കുലുക്കൊന്നും ഇല്ലാതെ. ഇതിനാ എല്ലാത്തിനും ഗിയർ ഉണ്ട്. ചിലപ്പോ ഓട്ടോമാറ്റിക് ആയിരിക്കും. നിങ്ങൾക്കല്ല ഇതിനെപ്പറ്റി അറിയാം, നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. നമ്മളെ വണ്ടി ഇതാക്കണത് ഇത് ഓല് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഓരോ വണ്ടികളെ കുറിച്ചും അതിന്റെ എല്ലാ സിസ്റ്റവും പഠിച്ചു വെക്കുന്നത്. പക്ഷെ അതിലെ കേറിയ പണി പാളും. അതിലാണ് മിഞ്ഞാന്ന് കേറി പാളി. നമുക്ക് മുന്നിക്കാണ്ട് എത്തിയിട്ട് കയറാം. ഇപ്പൊ കയറണ്ട. അല്ല വണ്ടിയില് പോണ് അല്ല എല്ലാരും അവിടെ നിന്നാണ്ട് തിരിച്ചു വരുന്നു. അപ്പൊ ഞാൻ എല്ലാ വണ്ടിയാണ്ടേ പോണെന്നാ പിന്നെ അതിൽ പോകാം. അതില് പോയി പെടുവോ? ഇല്ലേ, മൊത്തത്തിലാണ്ടേ പോണ്. ഇല്ലേ പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് തിരിച്ചു വരാന്നാ പറ്റൂലെങ്കി. എല്ലാ വണ്ടിയാണ്ടേ പോണ്. ആണ്ടെ അവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ. അവിടുന്ന് വരുന്നതേക്കോ? ഇതിലെ പോയിട്ട് അവിടെ കയറാം. അതാ നല്ല. ഇന്നലെ ആകെ കുടുങ്ങിയേന്. മിഞ്ഞാന്ന് പോയിട്ട് നമ്മള് കുടുങ്ങിയാലേ അത് ഇവിടെ ബ്ലോക്ക് ആയോ ഒഴിക്കോ എന്താന്ന് അറിയില്ല. പോല അല്ല തിരിച്ചു വരുന്നുണ്ടോണ്ട് ആണ്ട് തിരിച്ചു വരുന്ന ആ ട്രാവലർ അവിടുന്ന് തിരിച്ചു. എല്ലാ വണ്ടി അങ്ങോട്ട് പോയി. അതൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണായിരിക്കും. നോക്കാം നമുക്ക്. ഇതിലെ പോയി നോക്കാം നമുക്ക്. ട്രാവലർ അവിടുന്ന് തിരിച്ചു പോ. ഒരു വേറെ വണ്ടിക്കാരനെ തിരിച്ചു പോകണ്ടേ? അത് വേറെ കാരൻ്റെ അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തോട്ട് കയറാൻ കഴിയില്ല. ഇപ്പുറത്തോട്ട് പടിയിലെത്തിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് ഇപ്പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. ചെളി മഴ പെയ്തതിന്റെ അല്ലേ? അങ്ങനെ നമ്മള് ചെർക്കള ടൗണിലേക്ക് എത്തിയപ്പോ. ചെർക്കള ടൗൺ അങ്ങോട്ടാണല്ലേ? വണ്ടി ചിലപ്പോൾ അപ്പുറത്തോട്ട് പറക്കുണ്ടാവും. ചിലപ്പോൾ അവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടാവും. ഒരു പരീക്ഷണത്തിന് നമുക്ക് താല്പര്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സിറ്റ് അടിച്ച് പറ്റൂല അല്ലേ? ഇല്ല. ആണ്ട് ആ ലോറികളൊക്കെ അതില് പോണ്. അതില് തുറന്നിട്ടുണ്ട്. അപ്പൊ അവിടെ തുറന്നു. ഇന്നലെ അവിടെ അത് നടന്നു പോണല്ലേ? അപ്പുറത്തേക്ക് നടന്നു പോണ്. ഇന്നലെ അല്ലായിരുന്നു, ഫുള്ള് ക്ലോസ് അല്ലായിരുന്നു. ഇന്നലെയാണോ? മിഞ്ഞാന്നല്ലേ?
ഞാൻ അവിടെ സ്കൂളിന്റെ അവിടെ വന്നിട്ട് അവിടുന്ന് തിരിച്ചു നമ്മള്. In 600 meters, keep right to take the flyover. അങ്ങനെ നമ്മൾ അവിടെ ഓട്ടർഷ കൊണ്ടുപോണം. അങ്ങനെ വണ്ടികൾ ഇഷ്ടം പോലെ വരും. ഇട്ട് പോയേക്കണാരോ കുപ്പി ആരാ റോട്ടിലോട്ടൊക്കെ എറിഞ്ഞിട്ട് പോയത്. തെറിച്ച് പോയത്. സ്കോഡയുടെ മറ്റേ ഇതിന്റെ ഒക്കെ കട. ഷോറൂം. സ്കോഡ അടിപൊളി വണ്ടിയാണ്. സ്കോഡ എന്താന്ന് അറിയില്ല നിങ്ങക്ക്? Keep right to അവിടെ take വ്യൂ the ഉണ്ടായിട്ട് flyover. നേരെ പോയോ? നേരെ പോവാം. സൈക്കിളും ബൈക്കും ഓട്ടോറിക്ഷയും കാണാണ്ട് ട്രാക്ടറും പറ്റൂല. Continue on National Highway 66 for 5 kilometers. വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ, തലപ്പാടി 39 കിലോമീറ്റർ. മുംബൈ. അടുത്തൊരു പോക്കുണ്ട് മുംബൈക്ക്. എത്ര കാലം ഇത്? ഈ വെക്കേഷനിലൊന്ന് പോണം കരുതിയത്, അതൊന്നും നടന്നില്ല. 963. നമ്മള് നാട്ടിലെത്തി. മഹാരാഷ്ട്ര MH പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പോയാലോ? നമുക്ക് മുംബൈയിലോട്ടോ? നീ വരുന്നോ? നിങ്ങള് പോയിരുന്നോ? പോകല്ലേ? അങ്ങനെ തലക്കത്തെ ട്രാക്കില്ലേ, അതിനകത്ത് ട്രക്ക്, അപ്പുറത്ത് കാറ്, അപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ളത് ഓവർടേക്കിന് മാത്രം ഉപയോഗിക്കാനേ പാടുള്ളൂ കേട്ടോ. ട്രക്ക് ഡ്രൈവറൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിൽ അപ്പുറത്ത് കൂടെ പോയിക്കൊണ്ടിട്ടോ. കാർ ഓടിക്കുകയാണെങ്കിൽ ഇതിൽ നടുക്കത്തേല് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 3ാമത്തെ ലൈനില്ലേ അതിൽ കയറിയിട്ട് ഓവർടേക്ക് ചെയ്യുക, പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറി കൊടുക്കാം. ഇതില് ട്രക്ക്, കാറ്, ഓവർടേക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് ഇറങ്ങണോ? വേണ്ടല്ലോ, അണങ്കൂർ കുറച്ചും കൂടി പോകാണ്ട്. അടുത്ത എക്സിറ്റ് അടുത്തല്ലേ? കാസർഗോഡിന്റെ മേലെ കൂടെ നമ്മൾ പോണത്. ഞാൻ ടൗണിന്റെ മേലെ കൂടെ പോകണാണോ? ടൗണില്ല. ദോണ്ടേ അവിടെ കാണുന്നതാണ് കാസർഗോഡ് ടൗൺ. വണ്ടികൾ കുറച്ചേ ഉള്ളൂ അല്ലേ? പുറകിലും ഇല്ല, കണ്ടില്ലേ? ഒരു വണ്ടി പോലും ഇല്ല. വരുന്നുണ്ടോ? അത് ആൾക്കാർക്ക് നടന്ന് അങ്ങോട്ടോട്ടും പാസ് ചെയ്യാനുള്ളത് അല്ലേ? ആ സംഭവം കാണണേ. അവിടെ കോളേജ് ഉണ്ട്. കോളേജോ എന്തോ ഇതുണ്ട് അവിടെ. മുംബൈ 900 മംഗലാപുരം. അവിടെ കോളേജ് ഉണ്ട്, ഗവൺമെന്റ് കോളേജ്. ഇനി അടുത്ത 2.5 കിലോമീറ്ററിലാണ് എക്സിറ്റ്. ബേക്കൽ ഫോർട്ട്. ബേക്കൽ കോട്ടയൊക്കെ പോയി എത്ര കുറേ ആയില്ലേ നമ്മൾ പോയിട്ട്? 18 കിലോമീറ്റർ. അല്ല, നമ്മൾ പോയിട്ട് കുറേ കാലമായി. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, നമ്മള് കുറേ വട്ടം പോയതല്ലേ. അപ്പൊ കൊറേ നടക്കണ്ട ഇതിനകത്ത്, ഏക്കർ കണക്കിന് സ്ഥലം നടക്കണം. കാസർഗോഡ് ടൗൺ 1/2 കിലോമീറ്റർ. അണങ്കൂർ ഇതെവിടെയാണല്ലോ? ഇതാണ് വാടി. തിരിച്ചു വരേണ്ടി വരും. അണങ്കൂർ കൂടെയാണ് ഇപ്പൊ പോണത്. നമുക്ക് അവിടെയാണ് പോകേണ്ടിയിരുന്നത്. അപ്പൊ ഞാൻ അവിടുന്ന് എവിടുന്നേലും ഇറങ്ങേണ്ടി വരും. കൂടെ കണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. കണ്ടോ ഇവിടെ ഇവിടെ എൻട്രി ആണല്ലേ? എക്സിറ്റ് ഓൺലി. ഇവിടുന്ന് കണ്ടോ? ഇവിടെ എത്തുമ്പോ കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കണം.
ഈ ട്രാക്കിൽ കയറണം നമ്മൾ. Turn left, then turn right. കേട്ടോ, ഈ ട്രാക്കിൽ കയറിയിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലാതെ അവിടുന്ന് നടുക്കുന്ന ഇങ്ങോട്ട് കയറില്ല. അപ്പോൾ നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി. ഇതാണ് അണങ്കൂർ. Continue for 1 kilometer. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അണങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയാണുള്ളത്. ഇവിടെ നമുക്കൊരു വീഡിയോ, ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചാണ് ഇങ്ങോട്ട് തിരിച്ചു പോരാ അല്ലേ? തിരിച്ചു പോവാം. അല്ലെങ്കിൽ നമുക്ക് മുപ്പരെ ഒന്ന് വിളിക്കണ്ടേ? വിളിച്ചിട്ട് പോവാം. വിളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ടിടും. വീഡിയോയുടെ ലിങ്കൊക്കെ നമ്മൾ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ടോ കേട്ടോ. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. ഓണറുടെ നമ്പറൊക്കെ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളെ സ്ഥലങ്ങൾ ഏതിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ പറഞ്ഞു കൊടുത്തടാ. 98 95 18 18 86. ആ നമ്പറിൽ വിളിക്കുക. എവിടെയാണെങ്കിലും നമ്മൾ വന്ന് വീഡിയോ എടുത്ത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.